മലയാള മനോരമയിൽ നമുക്ക് ഗ്രീഷ്മയുടെ വാർത്ത, ഷാരോൺ വധം, കാമുകി ഗ്രീഷ്മ കുറ്റക്കാരി എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. അതിൽ ഇന്നിപ്പോൾ ശിക്ഷാവിധി വരാൻ പോകുന്ന സ്ഥിതിക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ഉറ്റുനോക്കുന്നത് ആ വാർത്തയിലേക്ക് തന്നെയായിരിക്കും. കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി മുരിയങ്കര JP ഹൗസിൽ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ഒന്നാം പ്രതി കാമുകി പാറശാല പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മ, അമ്മാവനും മൂന്നാം പ്രതിയുമായ നിർമ്മലകുമാരൻ നായർ എന്നിവർ കുറ്റക്കാരനെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചതാണ് പ്രധാന വാർത്തയായി മനോരമ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും സന്തോഷത്തോടെ ഉറ്റുനോക്കുന്നത് ഗാസയിൽ നിന്ന് വരുന്ന വളരെ ആശ്വാസം നൽകുന്ന ആ വാർത്തയിലേക്കാണ്. ബന്ദിമോചനം നാളെ മുതൽ 95 പലസ്തീൻ തടവുകാരെയും നാളെ മോചിപ്പിക്കും. വെടിനിർത്തലിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ള നല്ല വാർത്തയും മനോരമയുടെ ഒന്നാം പേജിലുണ്ട്. ബന്ദികളുടെ കുടുംബങ്ങളെ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ അത് നടപ്പാക്കുക 3 ഘട്ടമായിട്ടായിരിക്കും എന്നതും പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ മലയാള മനോരമ ഉൾപേജിൽ നേർക്കാഴ്ചയിൽ അത് വിശദമായി തന്നെ കൊടുത്തിരിക്കുകയാണ്. പേജ് 13 നമ്മൾ വന്നു കഴിഞ്ഞാൽ വിശദമായ റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് നൽകിയിട്ടുണ്ട്.